കുഞ്ഞുങ്ങളോടൊപ്പം പുൽക്കൂടൊരുക്കാം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 5 മാതാപിതാക്കളുടെ യൗവനം എങ്ങനെ വിശദീകരിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാം. ഈ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധനായി തീർന്ന 1991 ജനിച്ച് 2000 മരിച്ച് 2020 വിശുദ്ധനായ കാർലോ അക്വിറ്റോസ് ആയിരിക്കട്ടെ നമ്മുടെ വിശുദ്ധൻ മാതൃക. ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച, ദിവ്യകാരുണ്യത്തെ ആരാധിച്ച, ദൈവം നൽകിയ കഴിവുകളെ ദൈവമഹത്വത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച, ദൈവം നൽകിയ സഹനങ്ങളെ സഭയ്ക്ക് വേണ്ടിയും പാപ്പായ്ക്ക് വേണ്ടിയും സമർപ്പിച്ച ഒരു യുവ വിശുദ്ധൻ. പരിശുദ്ധ കുർബാനയുള്ള അതിലൊരു സ്നേഹവും ആരാധനയും ദൈവമാതാവിനുള്ള വണക്കവുമായിരുന്നു കാർലോ അക്വിറ്റോസ് എന്ന വിശുദ്ധന്റെ നെടും തൂണുകൾ. ഇന്ന് തിരുത്തപ്പെടേണ്ട മേഖല മർക്കടമുഷ്ടി. യൗവനകാലത്ത് നമ്മളിലേക്ക് കടന്നു വരുന്ന മർക്കടമുഷ്ടി, അതിര് കഴിഞ്ഞ ആത്മവിശ്വാസം, മറ്റുള്ളവരെ അംഗീകരിക്കാത്ത അവസ്ഥ, ലഹരിവസ്തുക്കളുടെ ഉപയോഗം, ഇവയിൽ നിന്നെല്ലാം മാറിപ്പോകാനായി ദൈവകൃപയിൽ ആശ്രയിച്ച് യുവവിശുദ്ധനായ കാർലോ അക്വിറ്റോസ് പോയ വഴിയിലൂടെ നമുക്കും സഞ്ചരിക്കാം. ഇന്ന് നമ്മൾ നേടിയെടുക്കേണ്ട പുണ്യം വാത്സല്യം. മറ്റുള്ളവരോട് വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഇടപഴകി നമ്മൾക്ക് ഉദാത്ത മാതൃകയായ മാതാവ് കാണിച്ചു തന്ന വഴിയിലൂടെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വാത്സല്യം എന്ന പുണ്യം നേടിയെടുക്കാം. സങ്കീർത്തനങ്ങൾ 127:4 പറയുന്നു, യൗവനകാലത്ത് ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. യഥാസമയത്ത് വിവാഹിതരാകാൻ സാധിക്കാത്ത, ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി വിവാഹം മാറ്റിവെക്കുന്ന, വിവാഹിതരായിട്ടും മക്കളുണ്ടാകാൻ വിമുഖത കാണിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ കുഞ്ഞുങ്ങളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുത്തപ്പെടേണ്ട മേഖലയായ മർക്കടമുഷ്ടി ഞങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും എടുത്തു കളയണമേ. നേടിയെടുക്കേണ്ട പുണ്യമായ വാത്സല്യം ഞങ്ങളിലും കുടുംബങ്ങളിലും നിറയ്ക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മർക്കടമുഷ്ടിയിൽ നിന്ന് മാറി വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളാകാൻ അനുഗ്രഹം നൽകണമേ.